ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഫോൺ എടുക്കുമ്പോൾ മോട്ടറോളയുടെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടറോളയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. ഇപ്പം ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 7000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ G05 എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. അപ്പം ഇത് ബേസിക് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. HD റെസൊല്യൂഷനെ വരുന്നുള്ളൂ. പക്ഷേ പഞ്ചോൾ ഡിസൈനും 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ മീഡിയാടെക്കിന്റെ ഹീലിയോ G81 എക്സ്ട്രീം എന്നുള്ള പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. പിന്നെ 50 മെഗാ പിക്സലിലെ ബാക്ക് ക്യാമറയും 8 മെഗാ പിക്സലിൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ 5200 mAh ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അപ്പം 7000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. ഇനി ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 10000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ G35 5G എന്ന സ്മാർട്ട് ഫോൺ ലഭിക്കുന്നുണ്ട്. ഇത് 5G ഫോണാണ്. അപ്പം മോട്ടോറോളയുടെ ഭാഗത്ത് നിന്ന് 10000 രൂപ പ്രൈസ് റേഞ്ച് മുതൽ തന്നെ നമുക്ക് 5G ഫോണുകൾ കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു ഫോണിലോട്ട് വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഫുൾ HD റെസൊല്യൂഷൻ ലഭിക്കുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ ഇതിൽ ബെറ്റർ ആയിട്ടുള്ള 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ യൂണി SoC T760 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 5G പ്രോസസ്സറൊക്കെ തന്നെയാണ്, പക്ഷേ യൂണി SoCയുടെ പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. പിന്നെ 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ക്യാമറയിൽ വരുന്നുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 18 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 10000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂണി SoCയുടെ പ്രോസസ്സറാണ് വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗണിന്റെ പ്രോസസ്സറുമായിട്ട് വരുന്ന 5G ഫോൺ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ മോട്ടോ G45 5G എന്ന സ്മാർട്ട് ഫോൺ 11000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പം അതിന് വില കൂടുന്നുണ്ട്. അതുമാത്രമല്ല ഡിസ്പ്ലേയിൽ HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് മിസ്സിംഗ് ആണ്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 6s Gen 3 എന്ന പ്രോസസ്സറാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം 11000 രൂപ പ്രൈസ് റേഞ്ചിൽ ആ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ മോട്ടോ G64 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഏകദേശം സിമിലർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ സ്ക്രീൻ സൈസ് 6.5 ഇഞ്ചാണ് വരുന്നത്. പിന്നെ മീഡിയാടെക് Dimensity 7025 എന്നുള്ള പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. പക്ഷേ മെയിൻ ക്യാമറ സെൻസറിൽ OSന്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ തന്നെയാണ് വരുന്നത്. 6000 mAh ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. 30 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പം 14000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ മോട്ടറോളയുടെ ഭാഗത്ത് നിന്ന് അമോലെഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു 5G ഫോൺ വേണമെന്നുണ്ടെങ്കിൽ മോട്ടോ G85 5G എന്ന സ്മാർട്ട് ഫോൺ 18000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാം. അപ്പം ഇതിലോട്ട് വരുമ്പോൾ ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന POLED ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഒക്കെ തന്നെ ഇതിൽ വരുന്നുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 6s Gen 3 എന്ന പ്രോസസ്സറേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. OSന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെയാണ് ഇതിൽ വരുന്നത്. ഈ ഒരു ഫോൺ 18000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 21000 രൂപ പ്രൈസ് റേഞ്ചിൽ 2 ഫോണുകൾ വരുന്നുണ്ട് മോട്ടോറോളയുടെ ഭാഗത്ത് നിന്ന്. മോട്ടോ എഡ്ജ് 50 നിയോയും അതുപോലെ തന്നെ മോട്ടോ എഡ്ജ് 50 ഫ്യൂഷനും. ഇപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഫോണൊക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ മോട്ടോ എഡ്ജ് 50 നിയോ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൽ 1.5K റെസൊല്യൂഷനിൽ വരുന്ന POLED ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. 6.4 ഇഞ്ചിന്റെ സ്ക്രീൻ സൈസേ വരുന്നുള്ളൂ. മീഡിയാടെക് Dimensity 7300 എന്ന പ്രോസസ്സറേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ 50+10+13 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. അപ്പോൾ ടെലിഫോട്ടോ ലെൻസ് അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 4310 mAh ബാറ്ററി വരുന്നുള്ളൂ. ബാറ്ററി കപ്പാസിറ്റി കുറവാണ്. പക്ഷേ 68 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 21000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ 21000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ എഡ്ജ് 50 ഫ്യൂഷൻ എന്നുള്ള സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. ഇപ്പം ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വലിയ 6.7 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഫുൾ HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. പിന്നെ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നുണ്ട്. 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 7s Gen 2 എന്ന പ്രോസസ്സറൊക്കെ വരുന്നുണ്ട്. പക്ഷേ ക്യാമറയുടെ കാര്യത്തിൽ ടെലിഫോട്ടോ ലെൻസ് ഇവിടെ മിസ്സിംഗ് ആണ്. പിന്നെ ബെറ്റർ ആയിട്ടുള്ള 5000 mAh ബാറ്ററി വരുന്നുണ്ട്. 68 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് തന്നെയാണ് ഇതിൽ വരുന്നത്. പക്ഷേ വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് മിസ്സിംഗ് ആണ്. ഈ ഒരു ഫോൺ 21000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്.
പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 24,000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ എഡ്ജ് 50 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ 6.7 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷൻ ഒക്കെ വരുന്നുണ്ട്. കേർവ്ഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 7 Gen 1 എന്ന പ്രോസസ്സറേ ഇതിൽ വരുന്നുള്ളൂ. ക്യാമറയിൽ 50+, 10+, 13 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 68 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 24,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ മോട്ടോ എഡ്ജ് 50 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും. അപ്പം സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് വരുന്നത്, പക്ഷേ ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ സിമിലർ ആയിട്ടുള്ള ക്യാമറ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്, പക്ഷേ ഫ്രണ്ടിൽ ബെറ്റർ ആയിട്ടുള്ള 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. 4500 mAh ബാറ്ററി വരുന്നുള്ളൂ, പക്ഷേ ബെറ്റർ ആയിട്ടുള്ള 125 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 50 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. 28,000 രൂപ പ്രൈസ് റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 50,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന മോട്ടോ എഡ്ജ് 50 അൾട്ര എന്നുള്ള സ്മാർട്ട് ഫോണാണ് ഓപ്ഷനിലുള്ളത്. അപ്പം ഇതിലും സിമിലർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്, പക്ഷേ ബെറ്റർ ആയിട്ടുള്ള 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 50+, 50+, 64 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ സെയിം ബാറ്ററി സെറ്റപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 50,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ ചില ആൾക്കാർക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോണായിരിക്കും വേണ്ടത്. അങ്ങനെയുള്ളവർക്ക് 55,000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ റേസർ 40 അൾട്ര എന്നുള്ള ഫ്ലിപ്പ് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഫ്ലിപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫോണാണ്. ഇതിൽ ഉള്ളിൽ 6.9 ഇഞ്ചിന്റെ ഒരു ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്യാൻ പറ്റും. പിന്നെ 165 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പുറത്ത് 3.6 ഇഞ്ചിന്റെ ഒരു AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 8+ Gen 1 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 12+, 13 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 3800 mAh ബാറ്ററിയും 30 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 5 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. പിന്നെ 80,000 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോ റേസർ 50 അൾട്ര എന്നുള്ള സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. ഉള്ളിൽ സെയിം ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്, പക്ഷെ പുറത്ത് കുറച്ചും കൂടി വലിയ 4 ഇഞ്ചിന്റെ ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. 50+, 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. പിന്നെ 4000 mAh ബാറ്ററി, 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 15 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 80,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് മോട്ടോറോളയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകൾ. അപ്പം ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.